ഇന്നലെ എ.കെ.ജി സെന്ററിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനമായിരുന്നു. സാധാരണ ഉദ്ഘാടനത്തിന് ഈ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ദേശീയ ജനറൽ സെക്രട്ടറി പിന്നിലും മുഖ്യമന്ത്രി മുന്നിലുമായി നിന്ന് ഉദ്ഘാടനം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് മൊത്തത്തിൽ പിണറായി ഏറ്റെടുത്തിരിക്കുകയാണ്, എനിക്ക് മുകളിലും താഴെയും ആരും വേണ്ട എന്നുള്ളതാണ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്ന പ്രധാനമായിട്ട് അത് ഉദ്ഘാടനം ചെയ്യേണ്ട ആള് എ.കെ.ജി സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യൻ, സർവാത്മന യോഗ്യൻ പിണറായി വിജയനാണ്. കാരണം ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് ഏക ഭരണാധികാരി ഇന്ത്യയെ സംബന്ധിച്ച് ഇദ്ദേഹം മാത്രമാണ്, വേറെ ആരും ഇല്ലല്ലോ. MAVV വിചാരിച്ച നാളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പറ്റും, എനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ കുണ്ടറ അസംബ്ലി മണ്ഡലത്തിൽ നിന്നിട്ട് അങ്ങനെ ജയിക്കാൻ സാധ്യതയില്ല, അവിടെ നിന്ന് പുള്ളി തോക്കാനാണ് സാധ്യത. കൊല്ലത്തുനിന്ന് ജയിക്കുന്ന പ്രശ്നമേ സംഭവിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് MAVVയെ സംബന്ധിച്ച് പിണറായി വിജയന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സാധാരണ അനുചരനായിട്ട് മാത്രം പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. ഇപ്പം ഇന്നലെ നമ്മൾ അതിലെ ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടേക്ക് കടന്നു വരുന്ന സമയത്ത് മൂന്നാമത്തെ നാലാമത്തെ റോയിൽ വളരെ പിന്നിലായിട്ട് ദയനീയമായിട്ട് സൈക്കിളിൽ നിന്ന് വീണ ആളുകളുടെ ചിരിയുണ്ട്. ആ ഒരു പൊട്ടന്റെ ചിരി ചിരിച്ചുകൊണ്ടായിരുന്നു MAVV നടന്നത്. കാരണം MAVVക്ക് റോളൊന്നുമില്ല. പുള്ളിയുടെ പോസ്റ്റ് എന്താ? ഓൾ ഇന്ത്യ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി. പക്ഷേ അദ്ദേഹത്തെക്കാളും വലുതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് എങ്ങനെയാണ് MAVV ജനറൽ സെക്രട്ടറി ആയെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇവര് പല ആളുകളെ ആലോചിച്ചു. മുഹമ്മദ് റിയാസിന് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് MAVV ജനറൽ സെക്രട്ടറി ആയത്, അല്ലെങ്കിൽ റിയാസ് ആയനും. അപ്പോൾ റിയാസിന് സമയമില്ലാത്തതുകൊണ്ടും മന്ത്രിയായിട്ട് തുടരാനുള്ളതിൻ്റെ പേരിലും നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള മോഹമുള്ളതിൻ്റെ പേരിലും മുഹമ്മദ് റിയാസിന് പറ്റൂല എന്ന് പറഞ്ഞപ്പോഴാണ് MAVV എന്ന് പറയുന്ന ആൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളത്. അല്ലാണ്ട് ബേബിയുടെ കഴിവുണ്ടാണെന്ന് ആരും പറയുന്നില്ല ശരിക്ക്. കാരണം ബേബിക്ക് കഴിവുണ്ടെന്ന്, രാഷ്ട്രീയത്തിൽ കഴിവുണ്ടെന്ന് MAVV പോലും വിശ്വസിക്കുന്നില്ല. തികച്ചും ദുർബലനായിരിക്കുന്ന, രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിക്കുന്ന കാര്യമായിട്ടുള്ള അവഗാഹമില്ലാത്ത ഒരു സാധാരണ രാഷ്ട്രീയക്കാരൻ്റെ പേരാണ് MAVV ഇന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ സമീപനങ്ങൾ എടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ഇന്നിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗായിട്ടാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിന് സവിശേഷതയുണ്ട്. കേരളത്തിൽ മുസ്ലിം ലീഗ് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടവരാണ്. പക്ഷെ അവരാണ് തീരുമാനിക്കുന്നത് ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആരായിരിക്കണമെന്ന്. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഏതെങ്കിലും കുശിനിക്കാരനാണ് അവിടെ അടുക്കള പണിയൊക്കെ ചെയ്യുന്നതിനോടാണ് നാളെ തുടങ്ങി നീ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിക്കോ എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആകുന്നവരാണ് ലീഗിന്റെ പ്രസിഡന്റുമാർ. സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്, പിണറായി വിജയന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എഴുതി കൊടുക്കുന്ന, പറഞ്ഞു കൊടുക്കുന്ന ആള്, അയാളോടാണ് പിണറായി വിജയൻ പറഞ്ഞ് എൻ്റെ മരുവന് സമയമില്ലാത്തതുകൊണ്ട് നീ ജനറൽ സെക്രട്ടറി ആയിക്കൊള്ളാൻ പറഞ്ഞ്. അതിൻ്റെ പേരിൽ MAVV ജനറൽ സെക്രട്ടറി ആയിരുന്നു മാത്രമേ ഉള്ളൂ. ഒരിക്കലും കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. കഴിവിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നെങ്കിൽ ജനറൽ സെക്രട്ടറി തന്നെയാണ് വലുത്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി, ആ സെക്രട്ടറി താഴെയാണ് അവർ കണക്കിൽ പഴയ കാലത്ത് മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ലല്ലോ. ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ്റെ കുശിനിക്കാരൻ്റെ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യാനുള്ള കഴിവേ അങ്ങേരെ സംബന്ധിച്ചുള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു വലിയൊരു കുശിനിക്കാരനായിട്ട് നിലവിൽ MAVVക്ക് കുറച്ചും കൂടി ആരോഗ്യമുള്ളതുകൊണ്ടും കുറച്ച് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാകുന്നത് കൊണ്ടും ഒരു തോളത്ത് സഞ്ചി മാത്രം തൂക്കിക്കൊണ്ട് ഡൽഹിയിൽ താമസിക്കുന്നതുകൊണ്ടും അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു പണിയാണ് ജനറൽ സെക്രട്ടറി. ഈ പറയുന്ന ജനറൽ സെക്രട്ടറിക്ക് കാര്യമായി യാതൊരു പണിയില്ല. നേരത്തെ ഒരു സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒരു 12-13 സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു, സ്വാധീനം ഉണ്ടായിരുന്നു. തെലങ്കാനയിൽ സ്വാധീനം ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ സ്വാധീനം ഉണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ സ്വാധീനം ഉണ്ടായിരുന്നു, ത്രിപുരയിലും ബംഗാളിൽ അവർക്ക് ഭരണം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ പറയുന്ന സ്ഥലത്തൊന്നും അവർ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ആൾ നമ്മൾ പേര് കേട്ട ഞെട്ടുന്ന പോലെ അദ്ദേഹത്തിന് ഈ പറയുന്ന സ്ഥലത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ആകെ പോകേണ്ടത് ഇതുപോലെ പിണറായി വിജയൻ വിളിക്കുന്ന നാളെ നമ്മുടെ പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ്, അവിടുത്തെ നാളെ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരുന്നൊരു പണിയെ MAVVയെ സംബന്ധിച്ചുള്ളൂ. ആ പണിയാണ് അദ്ദേഹം നിർവഹിച്ചത്. ആ പണി നിർവഹിക്കുന്ന ആൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് സ്ഥാനമാണ് കൊടുക്കുക? എന്ത് താത്വിക വിചാരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്? ആ തരത്തിൽ വല്ല ആലോചനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടോ? ഏതെങ്കിലും ചിന്തകന്മാരുടെ പ്രസ്ഥാനത്തിലുണ്ടോ? ഒരു സമയത്ത് അതിനകത്ത് EMS ഉണ്ടായിരുന്നു. ഏത് കാര്യങ്ങൾ ചെയ്താലും ന്യായീകരിക്കാൻ സാധിക്കുന്ന ബൗദ്ധിക നിലവാരമുള്ള EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നു. അതിൽ ചിന്തകനായിരിക്കുന്ന P ഗോവിന്ദപിള്ള സാറിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആരോ ഉള്ളേ? ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് 4 അക്ഷരം തികച്ചു വായിക്കാൻ സാധിക്കുന്ന ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തില്ല. ഇന്ന് അവരുടെ കൈവശമുള്ളത് ഗുണ്ടായിസമാണ് കൈവശമുള്ളത്. അവരിന്നിപ്പോൾ ലൈബ്രറികൾ പിടിച്ചെടുക്കുന്നു. കേരളത്തിൽ 9000-ൽ പരം വരുന്ന ലൈബ്രറികൾ 7500-8000-ഓളം ലൈബ്രറികൾ ഇവരുടെ കയ്യിലാണ്. ഇതെങ്ങനെയാണ് വരുന്നത്? ഇത് ഗുണ്ടായിസത്തിൻ്റെ പേരിലല്ലേ? ഇവർക്ക് എവിടെയാണ് സ്വാധീനമുള്ളത്?
ഏതെങ്കിലും ബൗദ്ധിക നിലവാരമുള്ളവർ ഇവരുടെ കൂടെ ഉണ്ടോ? ഇപ്പൊ MT വാസു അടുത്തിടയ്ക്ക് മരിച്ചു. അദ്ദേഹം അടക്കം അദ്ദേഹത്തിന്റെ അവസാനത്തെ വിഖ്യാതമായിരിക്കുന്ന പ്രസംഗം അവിടെ കോഴിക്കോട് നടത്തിയത് പിണറായി വിജയനെതിരായിക്കൊണ്ടാണ്. കേരളത്തിൽ ആരാണ് ഇവരുടെ കൂടെയുള്ളത്? ഏത് എഴുത്തുകാരനാണ് ഇവരുടെ കൂടെയുള്ളത്? ഏത് ചിന്തകനാണ് ഇവരുടെ കൂടെയുള്ളത്? ഒരാൾ ഇവരുടെ കൂടെ ഇല്ലല്ലോ. ഇവരുടെ കൂടെ അക്ഷരാഭ്യാസമുള്ളവരില്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയൊരു പതനത്തിലാണ്. ഈ പതനത്തിൻ്റെ പേരിലാണ് അവർക്ക് നിവൃത്തി കെട്ടിട്ട് ഒരു 4 അക്ഷരം തികച്ചു വായിക്കാൻ അറിയാവുന്ന MEVV പിടിച്ച് ജനറൽ സെക്രട്ടറി ആക്കിയെന്ന് മാത്രമുള്ളൂ. ഈ പറയുന്ന ബേബിക്കും രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന യാതൊരു നിശ്ചയവും ബേബിക്കില്ല. ഇത് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. കാരണം പിണറായി വിജയൻ്റെ ജോലിക്കാരനായിരുന്നല്ലോ ഇയാള്. പിണറായി വിജയൻ്റെ കീഴിലെടുക്കാലത്ത് ഇയാൾ മന്ത്രി ഏത് VS അച്യുതാനന്ദൻ്റെ കീഴിലാണ്. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പേരാണ് MEVV എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇയാൾ മന്ത്രിയാക്കാൻ കൊള്ളാത്തതിൻ്റെ പേരിലാണ് ഇയാളെ പിടിച്ച് അവിടെ പാർലമെന്റിൽ മത്സരിപ്പിച്ചു. അന്ന് ഇയാൾ MLA ആണ്. ഈ MLA എന്ന് പറയുന്ന ശല്യം കേരളത്തിൽ നിന്ന് പോട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ് പിണറായി വിജയനിയൊക്കെ സീറ്റ് കൊടുത്തത്. അവിടെയും തോൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച സമയത്താണ് അന്ന് പ്രേമേന്ദ്രനെ കയറിയിട്ട് വാക്കുപയോഗിച്ചു. പരനാറി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ഈ പരനാറി എന്നുള്ള വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം അതിൻ്റെ പേരിൽ ബേബിയെ തോൽപ്പിക്കാൻ സാധിക്കുന്ന കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാമായിരുന്നു. കാരണം അതിൻ്റെ പേരിൽ കിട്ടുന്ന ഏറ്റവും ഇതിൻ്റെ സഹതാപ തരംഗം അത് പ്രേമചന്ദ്രന് അനുകൂലമായിട്ട് വന്നു. അത് സാമുദായിക അടിസ്ഥാനത്തിൽ വന്നു. അതിന് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടാൾ MEVV ആണ്. കാരണം ബേബിക്ക് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ബേബിക്ക് രാഷ്ട്രീയ ബോധമില്ല. രാഷ്ട്രീയ ബോധമുണ്ടായിരുന്നെങ്കിൽ ബേബി അവിടെ കൊല്ലത്ത് പോയിട്ട് മത്സരിക്കില്ല. ബേബി NK പ്രേമേന്ദ്രൻ്റേത് പറയാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ അനുവദിക്കില്ലായിരുന്നു. ഇതൊക്കെ സംഭവിച്ചല്ലോ. അതുകൊണ്ട് അതിനുശേഷം തിരിച്ചു വന്ന് അസംബ്ലിയിൽ മെമ്പറായിട്ട് ഇരുന്നിട്ട് ഞാൻ അസംബ്ലിയിൽ നിന്ന് രാജിവെക്കാമെന്ന് ബേബി പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞു പറ്റൂല, തന്നോട്ട് ഇടുമെന്ന് പറഞ്ഞു. മിണ്ടിയില്ല ബേബി. ആ സമയത്ത് കാമാന്നുള്ളൊരു അക്ഷരം മിണ്ടാതെ കണ്ട് ആ കാലാവധി പൂർത്തിയാക്കുന്നവരേക്കും അസംബ്ലി അംഗത്വം സ്വീകരിച്ച ആളാണ് MEVV. എന്ന് വെച്ചാൽ പിണറായി വിജയനെതിരായിട്ട് കമ എന്ന് മിണ്ടാനുള്ള ശേഷി ഇന്ന് ബേബിയെ സംബന്ധിച്ചില്ല. അത് സൈദ്ധാന്തികമായിട്ടില്ല, ബൗദ്ധികമായിട്ടില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചില്ല. ബേബിയുടെ സ്വാധീനം എന്ന് പറയുന്നത് തികച്ചും ബേബിക്ക് നിലനിന്ന് പോകാനുള്ള ചില പരിപാടികൾ അറിയാം. കാരണം ബേബിക്ക് അത്യാവശ്യം ചില ചെറിയ കലാവാസനകളൊക്കെ ഉണ്ട്. ചില പുസ്തകത്തിൻ്റെ നിരൂപണങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ വരുത്താറുണ്ട്. പക്ഷേ പലതരത്തിലാണ് പറയുന്നത് കേട്ടോ. പുസ്തകത്തിൻ്റെ ബ്ലർബ് മാത്രം വായിച്ചിട്ട് പുസ്തകത്തെക്കുറിച്ച് പറയുന്ന ആളാണ് MEVVയും മറ്റുള്ള ചില അവരുടെ സൈദ്ധാന്തികന്മാരെന്നൊക്കെയാണ് ഇപ്പോഴത്തെ ആക്ഷേപം. പഴയ EMSൻ്റെ കൂട്ടല്ല. EMSും P ഗോവിന്ദപിള്ളയൊക്കെ കൃത്യമായിട്ട് പുസ്തകം വായിക്കുന്നവരാണ്. CPIയിൽ NE ബലറാമിൻ്റെ പോലുള്ള ആളുകളുണ്ട്. അവരെല്ലാം നല്ല മികച്ച വായനക്കാരാണ്. ആ ഇടയ്ക്കാണ് MEVV പോലെയുള്ള ചില ഇത്തരത്തിൽ ഞൊട്ടിഞ്ഞൊടുക്ക് ഏർപ്പാടുകളൊക്കെ കാണിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരിക്കലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു ബംഗാൾ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. അവർ ത്രിപുര തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വാധീനം അവർ പ്രതീക്ഷിക്കുന്നില്ല. അവരാകെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളം മാത്രമാണ്. ആ കേരളം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പിണറായി വിജയൻ അധികാരത്തിൽ ഉണ്ടാവണം. പിണറായി വിജയനെ അല്ലാതെ കണ്ട് വേറൊരാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സങ്കല്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മത്സരിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 8 നിലയിൽ പൊട്ടുന്ന അവർക്ക് നല്ല നിശ്ചയമുണ്ട്. ഒന്ന് ബേബിയെ മുഖ്യമന്ത്രിയായിട്ട് മത്സരിപ്പിച്ചു നോക്കട്ടെ. എവിടെ ജയിക്കുക പാർട്ടി? ഈ പാർട്ടി നിലം തൊടില്ല. അത് നല്ല ബോധ്യമുണ്ട്. അത് ബേബിക്കും അറിയാം, അത് പിണറായി വിജയനും അറിയാം. അതുകൊണ്ടാണ് 2 വട്ടം കഴിഞ്ഞിട്ടും നടക്കാൻ പാടില്ലെങ്കിലും നിത്യേന ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആരോഗ്യത്തിൻ്റെ നിരന്തരമായിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രി കസേരയിൽ മരുമകനെ മുൻനിർത്തിക്കൊണ്ട് അവിടെ ഇരിക്കാനുള്ള പിണറായി വിജയൻ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ പോയിക്കഴിഞ്ഞാൽ ഈ മരുമകനും മന്ത്രിയല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. താൻ പോയിട്ടുണ്ടെങ്കിൽ ഈ MEVVക്ക് ചെലവിന് കൊടുക്കാൻ ആളില്ലാത്തൊരവസ്ഥ വരും. ഇന്ന് ബേബിക്കൊക്കെ ചെലവിന് വേണമെന്നുണ്ടെങ്കിൽ രാമചന്ദ്രൻ പിള്ളയ്ക്ക് ചെലവിന് വേണമെന്നുണ്ടെങ്കിൽ ആ പിണറായി വിജയൻ്റെ മുമ്പിൽ കയ്യും കാലും നീട്ടേണ്ട അവസ്ഥയാണത്. അങ്ങനെ നീട്ടിക്കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് MEVV. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണെങ്കിൽ അത് തന്നെ ഈശ്വരാധീനം എന്ന് വിചാരിച്ചുകൊണ്ട് ബേബി അവിടെ കഴിഞ്ഞുകൂടുന്നതാണ് ബേബിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.